അസ്സലാമു ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കടുമാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെനച്ച മാങ്ങ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൊലി ഇത്തിരി കയ്പുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ചെത്തിയിട്ട് വേണം എടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ തൊലിയോടുകൂടി തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ തൊലിയൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് പഴുത്ത മാങ്ങയാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് വേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ആവശ്യമുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ ഈ കുക്കറിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് 2.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കളറ് കരിഞ്ഞു പോകരുത്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ സവാള ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ മാങ്ങ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരൊറ്റ വിസിലടിച്ച് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, മാങ്ങയും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരൊറ്റ വിസിലടിഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കടുകും പൊട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2 ഉണക്കമുളക്, വേപ്പില എന്നിവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്ന് വഴറ്റി അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ സവാളയൊക്കെ വെന്തതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കരയും മാങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കൊരൊറ്റ വിസിലും കൂടി അടിച്ചൊന്ന് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ വിസിലും കൂടി അടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് ഒരൊറ്റ വിസിലടിച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മാങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലായതുകൊണ്ട് എളുപ്പം കഴിയും. അതല്ല നമുക്ക് ചട്ടിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊന്ന് മാങ്ങ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഉടയ്ക്കാണ്ട് അങ്ങനെ തന്നെ കിടക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുഴുവൻ തൊടി ആയൊരു പീസായിട്ട് തന്നെ കിടക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. അതിലേക്ക് നന്നായി ഒന്ന് ഗ്രേവി വറ്റിച്ചതിന് ശേഷം കടുകും ഉണക്കമുളകും ഒക്കെ പൊട്ടിച്ചില്ലേ, അതും കൂടി ചേർത്ത് നമുക്കത് എടുക്കാം. അപ്പം നമ്മുടെ കടുമാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. വെറുതെ ശർക്കരയും കൂടി ഇടുന്നതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാനും നല്ലൊരു ചെറിയൊരു പുളിയും എരിവും മധുരമൊക്കെ ആയിട്ട് കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.